പൊടിമാസം നേടിയിട്ടുണ്ടോ? നമ്മൾ പൊട്ടറ്റോ പൊടിമാസ് ഉണ്ടാക്കാറുണ്ടല്ലേ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പൊടിമാസ് എന്നൊക്കെ വെച്ചിട്ട്, അത് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ വാഴയ്ക്ക വെച്ചിട്ട് വാഴയ്ക്ക പൊടിമാസ് തയ്യാറാക്കും. ഇത് ചോറിന് ബെസ്റ്റാട്ടോ, നല്ല രസമാണ്. ഈ ചെറിയ ഉള്ളിലേക്ക് ഇങ്ങനെ വഴണ്ടിട്ട് അതിൽ ചേർന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ, അത് തന്നെ. പക്ഷേ ഇന്നത്തെ വാഴയ്ക്ക പൊടിമാസ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പത്തിലാണ്. ഈ വാഴയ്ക്കയുടെ തോല് കളയുക, അതിൻ്റെ കറ ഭയങ്കര പ്രശ്നമാണ്, എല്ലാവർക്കും മടിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊരു വാഴയ്ക്ക പൊടിമാസ് തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? കുക്കറിലോട്ട് വാഴയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എത്ര വാഴയ്ക്കയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാനൊരു 3 പീസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളം വെച്ചു, എന്നിട്ട് 2 വിസിൽ അത്രയും മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ആ വെള്ളം കളയുക. അതിനുശേഷം നമ്മുടെ വാഴയ്ക്ക മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കുമ്പോൾ മതി കേട്ടോ, തോലൊന്ന് പൊളിച്ചെടുക്കുക. തോല് ഇതൊന്ന് ഒറ്റ വിസിൽ വെക്കുമ്പോൾ തന്നെ തോലൊക്കെ പുഷ്പം പോലെ പൊളിഞ്ഞു വരും. പിന്നെയാണ് ഇതിൽ ഈ തോല് ചീകി എടുത്ത് കട്ട് ചെയ്ത് അയ്യോ അങ്ങനെ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ചൂടുണ്ട്, അതുകൊണ്ടാണ് പൊളിക്കാൻ കുറച്ച് ചൂട് കൊണ്ട് തൊടാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരും. കണ്ടില്ലേ, ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു വരും തോല്. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക ഒരു 1/4 ഭാഗമേ വേവിക്കാൻ പാടുള്ളൂ, വെന്ത് കുഴച്ച് പേസ്റ്റ് ആക്കരുത്. ഒരു 1/4 ഭാഗം വേവിക്കുക. വേവിച്ചതിന് ശേഷമാണ് നമ്മുടെ പൊടിമാസ് തയ്യാറാക്കുന്നത്. തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഒരു പകുതിയൊക്കെ വെന്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ചീകിയെടുക്കുന്നവർ ചീകിയെടുക്കാം. ഇത് കുറച്ചൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിന് വലിയ മണീൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കാരണം നമുക്കിങ്ങനെ ചീകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോഴേക്കും അത് കട്ടായി വരും, കണ്ടില്ലേ. അപ്പോൾ വേഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ സാധാരണ വാഴയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മടിയാണ്, ഇതിൻ്റെ തോല് പൊളിച്ച് പിന്നെ അതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കറയാകുന്നു, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ അറിയോ, കറിയോ ആവില്ല, വേഗത്തിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ വാഴയ്ക്കയും അതുപോലെ ഇങ്ങനെ ഒന്നാക്കിയെടുക്കുക. ഇതിപ്പോൾ ഫുള്ള് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും ഒരു പകുതി വേവിച്ചാൽ മതി. ഇത് കുറച്ചും കൂടെ വെന്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാനായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്തായിരുന്നു? നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യല്ല വേണ്ടത്, ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുക്കുമ്പോഴാണ് ഈ പൊടിമാസിൻ്റെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചതച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ, ചതയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടങ്ങ് ചതഞ്ഞ് കുഴഞ്ഞ് പരുവാവരുത്. ഇത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുള്ള് ചതച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പ്രസ്സായിട്ടുണ്ടാവണം, അത്രയും മതി. അല്ലാതെ ഒരുപാട് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും ആ ഒരു ഉള്ളി കടിക്കുന്ന പോലത്തെ ഫീൽ വരും. ആ ഫീലല്ല നമ്മുടെ ഈ പൊടിമാസിന് വേണ്ടത്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചതച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് അടുത്ത് ചേർക്കേണ്ട എന്തായിരുന്നു? ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക, അതാണ് ഈ ഒരു പൊടിമാസിൻ്റെ ടേസ്റ്റ് കൂടുതൽ. സവാള ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കിട്ടാത്ത നാട്ടിലാണെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി. എന്നാലും ചെറിയ ഉള്ളിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് എന്താണെന്നറിയോ? ചതച്ച് വെച്ചിട്ടുള്ള ചുവന്ന മുളകാണ്. അപ്പോൾ ചുവന്ന മുളകിനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചതച്ച് ബോട്ടിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് എരിവിന് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പാകത്തിനാക്കി റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്തതായി ചേർക്കേണ്ടത് എന്താണ്? കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനൊരു ചെറിയ മഞ്ഞ കളർ കിട്ടാനും പിന്നെ ഈ എണ്ണയിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എന്താ അറിയോ, ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരും ആ ചെറിയ ഉള്ളിയുടെ ഒപ്പം ചേരുമ്പോൾ. കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടെ വന്ന കാരണം നല്ല രസമാണ്. ഇനി നമ്മുടെ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഈ ഒരു റെസിപ്പിക്ക്. വാഴയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാഴയ്ക്കയെ ഒന്ന് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ചുകൂടെ ഒന്ന് വേഗണം. അപ്പോൾ ആ വേകുന്നത് ഇനിയാണ് വേകേണ്ടത്. ആ ഒരു ചെറിയ ചൂടിൽ വേണം വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് നല്ല പാകത്തിന് ആക്കിയെടുക്കുക. ഒരുപാട് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും സാധിക്കും, നല്ല ടേസ്റ്റിയാണ്. ചെറിയുള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ കുരുമുളക് ചേർക്കുമ്പോഴും ചുവന്ന മുളക് ചേർക്കുമ്പോഴും എരിവ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ചൊരു നാളികേരം ഇടയ്ക്കൊന്ന് ഈ നമ്മുടെ തേങ്ങയും കുരുമുളകും
കൂടെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ എന്തൊരു മണമെന്നറിയോ. പിന്നെ ചെറിയ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറയുക, സ്പൂൺ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതായത് നമ്മുടെ വാഴയ്ക്ക് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടല്ലോ, ബാക്കി നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുക, സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ഇങ്ങനെ ഒരു പൊടിഞ്ഞിട്ടൊരു ഫ്ലേവറാണ് വരേണ്ടത്. പൊടിഞ്ഞിട്ട് അവർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ നല്ല പൊടിയായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഒരു തോരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോരനുമാണ്, എന്നാൽ ഇങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ പ്രസ്സായിട്ടുള്ള നല്ല കുഴഞ്ഞു വരുന്ന ഒരു പാകത്തിനുള്ളൊരു റെസിപ്പിയാണ് ഇത് പൊടിമാസ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഉള്ളി ചതയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. കറിവേപ്പില ഇതിനൊപ്പം ചേർന്ന് വന്നു കഴിഞ്ഞാലും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചേർക്കണം എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് എല്ലാ ചേരുവകളും ഒന്നാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിമാസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആട്ടോ. ഏത് കറി ഉണ്ടെങ്കിലും കറി ഇല്ലെങ്കിലും ഒക്കെ ഈ പൊടിമാസം ചേർത്ത് കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വാഴയ്ക്ക ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിമാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊടിമാസം ചേർത്തിട്ട് നമ്മൾ പലവിധ റെസിപ്പീസും തയ്യാറാക്കാറുണ്ട്. അതുപോലെ വാഴയ്ക്ക പൊടിമാസം, അപ്പോൾ വാഴയ്ക്കയും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വാഴയ്ക്ക നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തോല് കട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സമയം ഒഴിവാക്കാനാണ് ഈ നമ്മുടെ കുക്കറിൽ വേവിക്കുന്ന ഒരു പരിപാടിയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് രാവിലെ നമുക്കൊരു കറിയും ആവും, പെട്ടെന്ന് ആവുകയും ചെയ്യും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ തോലിനെ ആലോചിച്ചിട്ടുള്ള കഷ്ടപ്പാടും ഇല്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള പൊടിമാസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വെറുതെ കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക, കുറേ കൂടെ നല്ല ടേസ്റ്റ്. ആ ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ല മുരിഞ്ഞ മണം വരുന്നുണ്ട്. നല്ല രസമാണ് ഈ ഒരു സമയത്തുള്ള ഒരു സ്മെല്ലും. ആ സ്മെല്ല് തന്നെ മതി നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പൊടിമാസ് നല്ല പാകത്തിനാക്കി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.